ഹേ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ ഐഫോൺ 14 ലീക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഐഫോൺ 14 ഡിസൈൻ ലീക്സും സ്പെസിഫിക്കേഷൻ ലീക്സും കുറേ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോച്ചിനെ കുറിച്ച് പറയാം. ആദ്യം വന്ന് ഈ പിൽ ഷേപ്പ് സ്ട്രക്ചർ ആക്ച്വലി തിന്നറായിരുന്നു. അത് ആക്ച്വലി ഫേക്ക് ആണ്. കാരണം ലേറ്റസ്റ്റ് വന്ന ലീക്കിൽ പറയുന്നത് ഈ പിൽ ഷേപ്പ് സ്ട്രക്ചർ പഞ്ച് ഹോൾ ക്യാമറയുടെ അതേ തിക്നെസ്സിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിലുള്ളത് ഐഫോൺ 13 പ്രോവും ലെഫ്റ്റ് സൈഡിലുള്ളത് ഐഫോൺ 14 പ്രോ ആണ്. സോ ഇതാണ് നോച്ചിൻ്റെ ഡിസൈൻ ഡിഫറൻസ് വരുന്നത്. ഇനി അടുത്ത ഡിസൈൻ അല്ലെങ്കിൽ സൈസ് ലീക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4 മോഡൽസാണ് വരുന്നത്. ഒന്ന് ഐഫോൺ 14, പിന്നെ ഐഫോൺ 14 തന്നെ മാക്സ് വേർഷൻ വരുന്നുണ്ട്, പിന്നെ ഐഫോൺ 14 പ്രോ, പിന്നെ ഐഫോൺ 14 പ്രോ മാക്സ്. സ്ക്രീൻ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ 14 ഐഫോൺ 14 പ്രോനും 6.1 ഇഞ്ച് സ്ക്രീൻ സൈസാണ് വരുന്നത്. പിന്നെ മാക്സ് വേർഷൻസ് ഒക്കെ 6.7 ഇഞ്ച് സ്ക്രീൻ സൈസിലാണ് വരുന്നത്. ഇപ്പോൾ വരുന്ന ഐഫോൺ 14 ഐഫോൺ 14 മാക്സിനും പഴയ പോലെ തന്നെ നോച്ചാണ് വരുന്നത്. പിന്നെ ചിപ്പ് ഷോർട്ടേജ് കാരണം A15 ചിപ്പ് തന്നെയാണ് ഇതിനും വരുന്നത്. പക്ഷേ ഐഫോൺ 14 പ്രോനും ഐഫോൺ 14 പ്രോ മാക്സിനും പിൽ ഷേപ്പ് പ്ലസ് ഹോൾ പഞ്ച് ക്യാമറയാണ് വരുന്നത്. പിന്നെ പ്രോ വേർഷൻസിന് മാത്രം അപ്ഗ്രേഡഡ് ആയിട്ടുള്ള A16 പ്രോ ചിപ്പാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഐഫോൺ 14 ഐഫോൺ 14 മാക്സിനും അലൂമിനിയം സൈഡ് ഫ്രെയിമാണ് വരുന്നത്. നേരെ മറിച്ച് ഐഫോൺ പ്രോനും ഐഫോൺ പ്രോ മാക്സിനും സ്റ്റെയിൻലെസ് സ്റ്റീൽ സൈഡ് ഫ്രെയിമാണ് വരുന്നത്. ആപ്പിൾ ആദ്യമായിട്ട് ഐഫോൺ 14 ഡുവൽ USB-C പോർട്ട് 35 വാട്ട് പവർ അഡാപ്റ്ററാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ഡിസൈൻ ലീക്സ് വന്നിരിക്കുന്നത്. 35 വാട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിലെ പോലെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിട്ട് വരും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലേറ്റസ്റ്റ് ലീക്സിൽ വന്ന സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഐഫോൺ 14 പ്രോ വേർഷൻസിൽ നമുക്ക് 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ വരുന്നുണ്ട്, 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് വിത്ത് ലൈഡാർ സെൻസർ. പിന്നെ നമുക്ക് 8GB റാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 120 Hz സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോൺ പ്രോ മോഡൽസിന് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 60 Hz ആണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ആപ്പിൾ ലേറ്റസ്റ്റ് ആയി കൊണ്ടുവന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാൻസിനെ കുറിച്ച് പറയാം. ഈ അപ്ഗ്രേഡേഷൻ പ്ലാനിൽ നമുക്ക് ആപ്പിൾ കെയർ പ്ലസ് ബണ്ടിൽഡ് ആയിട്ടാണ് വരുന്നത്. ഐഫോണിൻ്റെ ടോട്ടൽ കോസ്റ്റ് 24 മാസം, അതായത് 2 കൊല്ലത്തേക്കാണ് സ്പ്രെഡ് ഓവർ ചെയ്തിരിക്കുന്നത്. അതിൽ 12 പേയ്മെൻറ്റ്സ് അഥവാ 1 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് പഴയ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പുതിയ ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ മോഡൽസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഐഫോൺ 14 കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാസം ഏകദേശം 3000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാന് വരിക. അതുപോലെ തന്നെ അതിൻ്റെ ഹയർ ഡിവൈസസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് കൂടി വരും. ഇനി നമുക്ക് ഫൈനലായിട്ട് ഐഫോൺ 14 സീരീസിൻ്റെ ലീക്ഡ് പ്രൈസസിനെ കുറിച്ച് പറയാം. സോ ആദ്യം തന്നെ ഐഫോൺ 14 നമുക്ക് $799 ആണ് വരുന്നത്, അതായത് അപ്രോക്സിമേറ്റ്ലി 60,900 റുപ്പീസ് വരും. ഐഫോൺ 14 മാക്സിനാണെങ്കിൽ $899 ആണ് വരുന്നത്, അതായത് 68,500 റുപ്പീസ് വരും. ഐഫോൺ 14 പ്രോനാണെങ്കിൽ $1,099 ആണ് വരുന്നത്, അതായത് 83,700 റുപ്പീസ് വരും. ഐഫോൺ 14 പ്രോ മാക്സിനാണെങ്കിൽ $1,199 ആണ് വരുന്നത്, അതായത് 91,300 റുപ്പീസാണ് ഏകദേശം വരിക. സോ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് വന്ന ഐഫോൺ 14 സീരീസിൻ്റെ ലീക്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.